എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പ്രിസം എന്ന ചാപ്റ്ററിലെ വീഡിയോ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. LSA of a prism with base and equilateral triangle is 120 cm square. Lateral surface area of a prism with a base and equilateral triangle. Equilateral triangle base ആയിട്ട് വരുന്ന ഒരു prismത്തിന്റെ lateral surface area 120 cm square ആണ്. What is the lateral surface area of a prism with the base a rhombus made by joining two such triangular prisms? ഇതുപോലെ രണ്ട് ട്രയാങ്കുലർ പ്രിസംസ് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റോംബസ് ബേസ് ആയിട്ട് വരുന്ന പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? അതിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. വാട്ട് ഈസ് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയം ബൈ ജോയിനിങ് ത്രീ സച്ച് ട്രയാങ്കുലർ പ്രിസം. മൂന്ന് ട്രയാങ്കുലർ പ്രിസം ചേർത്ത് വെച്ച് ഐസോസെലസ് ട്രപ്പീസിയം പ്രിസം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ത്? പിന്നെ 6 ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം വെച്ച് ഒരു റെഗുലർ ഹെക്സാഗണൽ പ്രിസം ഉണ്ടാകുന്നു. വാട്ട് ഈസ് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദിസ് പ്രിസം? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസമാണ്. അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ 120 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് വൺ ലാറ്ററൽ ഫേസ് ഏരിയ ഓഫ് ദിസ് ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ഈസ് 120. അപ്പോൾ 3 ഫേസ് ഉണ്ട്. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആണ്. സൈഡിൽ 3 റെക്ടാങ്കുലർ ഫേസസ് ഉണ്ട്. ആ 3 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ഫേസ് 3 ഫേസിന്റെ ഏരിയ ആണ് 120. അപ്പോൾ ഒരു ഫേസിന്റെ ഏരിയ 120/3 40 സെന്റിമീറ്റർ. അപ്പോൾ വൺ ലാറ്ററൽ ഫേസിന്റെ ഏരിയ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നോക്കാം. ഇത് രണ്ട് ഒരു ട്രയാങ്കുലർ പ്രിസം, അതിനോട് ചേർത്ത് മറ്റൊരു ട്രയാങ്കുലർ പ്രിസം വയ്ക്കുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു എന്തായി ബേസ് ഒരു റോംബസ് ആയി രണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. രണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസംസ് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് കണ്ട ഇതുപോലെ ഒരു റോംബസ് ഷേപ്പ്ഡ് പ്രിസമായിട്ട് മാറി. ഇങ്ങനെ രൂപീകരിച്ച ഈ റോംബസ് ബേസ് വരുന്ന പ്രിസത്തിന്റെ വാട്ട് ഈസ് ദി ലാറ്ററൽ സർഫസ് ഏരിയ? അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഒരു ഫേസ് കണ്ട ഡാർക്ക് കളറിൽ കാണുന്നത് അത് നടുക്കായി പോയി. ബാക്കി 2 ഫേസ് ആണ് ഇവിടെ പുറത്ത്. ഇതിന്റെ 2 ഫേസും അങ്ങനെ 4 ലാറ്ററൽ 4 റെക്ടാങ്കിൾസ് ആയിരിക്കും പുറത്തുണ്ടാവുക. അപ്പോൾ ഒരു ഫേസിന്റെ ഏരിയ 40 ആണ്. അപ്പോൾ 4 ഫേസ് ആകുമ്പോഴോ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദിസ് പ്രിസം ഈസ് 4 × 40. ഒരു റെക്ടാങ്കിൾ, അതായത് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 40 ആണ്. അപ്പം 4 റെക്ടാങ്കിൾസ് ഇതിന്റെ പുറത്ത് വരും. കാരണം ഈ ട്രയാങ്കുലർ പ്രിസം 2 ചേർത്ത് വയ്ക്കുമ്പോൾ ഒരെണ്ണം നടുക്ക് പോയി, ബാക്കി 2 വീതം പുറത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഉണ്ട് 2. ഇപ്പം 4 ഫേസ് ഉണ്ട്. അതുകൊണ്ട് 4 × 40 160 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. സെക്കൻഡ് പാർട്ട് എന്താണ്? ഇതിന്റെ കൂടെ അതായത് 2 ട്രയാങ്കുലർ പ്രിസംസ് ചേർത്ത് വെച്ച് റോംബസ് ഷേപ്പ്ഡ് ബേസ് വരുന്ന ഒരു പ്രിസം ഉണ്ടാക്കി. ഇനി അതിനോട് ചേർത്ത് കണ്ട ഒരു ട്രയാങ്കുലർ പ്രിസം കൂടി വെച്ചു. അപ്പൊ ഈ 2 ചേർത്ത് വെച്ച ഈ ഫിഗറിന്റെ കൂടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം കൂടി ചേർത്ത് വെച്ചു. അപ്പൊ നോക്കിക്കേ, 3 ഈക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസംസ് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഐസോസെലസ് ട്രപ്പീസിയാണ് ബേസ് ഈസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. ഈ ലെങ്തിന്റെ ഹാഫ് ആണിത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ലാറ്ററൽ ഫേസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, പിന്നെ ബാക്കിൽ 1 ഉണ്ട്. അങ്ങനെ 5. അപ്പൊ 3 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ സർഫസിൽ 5 റെക്ടാങ്കിൾസ് ഉണ്ടാവും. ഒരു റെക്ടാങ്കിൾസിന്റെ ഏരിയ 40 ആണ്. അപ്പൊ 5 വരുമ്പോ അല്ലെ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഈ സൈഡിൽ ഒരെണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം, പിന്നെ പുറകിൽ ഒരെണ്ണം. കാരണം ഈ നടുക്കിരിക്കുന്നതിന്റെ 2 അകത്തുപോയി അല്ലേ. അപ്പോൾ ഒരെണ്ണം മാത്രമേ പുറത്തുള്ളൂ. ഇതിന്റെ 2ന്റെയും 2 വീതം പുറത്തുണ്ട്. അപ്പോൾ 2 2 4 1 5 ഫേസ്. 5 × അതായത് ഈ ഫേസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് കണ്ടോ. റെഡ് കളറില്, ഡാർക്ക് കളറില്, ബ്ലൂ കളറില്, പിന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് 2 റെക്ടാങ്കിൾസ്. അങ്ങനെ 3 2 5 ഫേസ്. ഒരു ഫേസിന്റെ ഏരിയ കണ്ടോ, ഇത് 2 ഗ്രീനും ബ്ലൂവും. അപ്പോൾ അങ്ങനെ 5 ഫേസ്. ഒരു ഫേസിന്റെ ഏരിയ 40. 5 ഫേസ് ആകുമ്പോൾ 5 × 40 200 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ
ഐസോസെലസ് ട്രപ്പീസിയം ബേസ് ആയിട്ട് വരുന്ന ഈ പ്രസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ആദ്യത്തേല് 2 ചേർത്ത് വെക്കുമ്പോൾ 4 റെക്ടാങ്കിൾസ് ആണ് പുറത്ത് കാണുന്നത്. അതുകൊണ്ട് 4 × 40 വന്നു. ഇത് വരുമ്പോൾ 5 പുറത്ത് കാണുന്നു. അപ്പൊ 5 × 40 200 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത പാർട്ട്. അതായത് ഇതുപോലെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസംസ് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. കണ്ടോ, ഇതുപോലെ 3 ഈ സൈഡിലും, അതായത് ഇതിന്റെ ഈ സൈഡിൽ 3 ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഇത്രയായി. അതുപോലെ 3 ഇപ്പുറയും കൂടി വയ്ക്കുക. അപ്പൊ ഇതുപോലെ കണ്ടോ 6 ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റെഗുലർ ഹെക്സാഗണൽ പ്രിസം, 6 ഈക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസംസ് ചേർന്ന് വരുന്നതാണ് ഒരു റെഗുലർ ഹെക്സാഗണൽ പ്രിസം. ഇതിന്റെ ലാറ്ററൽ സർഫസിന്റെ ഏരിയ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് 6 വരുമ്പോൾ ഈ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ഓരോ റെക്ടാങ്കിൾസേ പുറത്ത് കാണുന്നുള്ളൂ. അപ്പോ 6 ഈക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസംസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഹെക്സാഗണൽ പ്രിസം കിട്ടും. അതിന് 6 റെക്ടാങ്കിൾസ് ആണ് പുറത്ത് കാണുന്നത്. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 40 ആണ്. അപ്പൊ 6 ഏരിയ വരുമ്പോൾ LSA ഓഫ് റെഗുലർ ഹെക്സാഗണൽ പ്രിസം ഈസ് 6 × 1 റെക്ടാങ്കിൾ. 6 റെക്ടാങ്കിൾസ് അവിടെ പുറത്ത് കാണുന്നത്. അപ്പൊ 6 × 40 240 സെന്റിമീറ്റർ ആണ് ഈ റെഗുലർ ഹെക്സാഗണൽ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇതിൽ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. 6 ഷീറ്റ്സ് ഓഫ് മെറ്റൽ ഈച്ച് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ. 6 മെറ്റൽ ഷീറ്റ്, സ്ക്വയർ ഷീറ്റ് ഓഫ് മെറ്റൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും 1 എഡ്ജ് 10 സെന്റിമീറ്റർ ആണ്. ഇത് 6 ചേർത്ത് വെച്ച് ജോയിൻ ടു ഫോം എ ക്യൂബ്. 6 സ്ക്വയേഴ്സ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു ക്യൂബ് ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? ഈ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? അതിനകത്ത് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും കാണണം. ആ ക്യൂബില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം. ഓക്കെ, അപ്പൊ അതേ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു ഷീറ്റ് ഇവിടെ നിന്ന് വയ്ക്കുന്നു, ഒരു ഷീറ്റ് ഇവിടെ നിന്ന് വയ്ക്കുന്നു, ഒരു ഷീറ്റ് ഇവിടെ നിന്ന് വയ്ക്കുന്നു. 4 സൈഡിലും 4 ഷീറ്റായി, താഴെ ഒരു ഷീറ്റ്, മുകളിൽ. അങ്ങനെ 6 ഷീറ്റ് ചേർത്ത് ഒരു ക്യൂബ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇരിക്കും. 6 ഷീറ്റ് ചേർത്ത് ഒരു ക്യൂബ് ഉണ്ടാക്കുമ്പോൾ അടിയിൽ ഒരു ഷീറ്റ്, അത് തന്നെയാണ് മുകളിൽ വരുന്നത്. 4 സൈഡിലും 4 അങ്ങനെ 4 സ്ക്വയേഴ്സ്. ഓരോന്നിന്റെ എഡ്ജ്, സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്ററാണ്. അപ്പൊ 10 10 10. വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് ദിസ് ക്യൂബ്? സർഫസ് ഏരിയ ഓഫ് ദിസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 ഫേസ് അല്ലേ ഉള്ളത്. ഒരു ഫേസിന്റെ ഏരിയ 10 × 10, അപ്പൊ 100. അപ്പൊ 6 ഫേസ് വരുമ്പോഴോ 6 × 100 600 സെന്റിമീറ്റർ. അപ്പോ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 6 × ഏരിയ ഓഫ് 1 സ്ക്വയർ. ഏരിയ ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. അപ്പൊ 6 × 10 സ്ക്വയർ, അതായത് 6a സ്ക്വയർ. 6 × 10 സ്ക്വയർ, ദാറ്റ് ഈസ് 600 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. 6 ഫേസ് ഉണ്ട്, അതുകൊണ്ട് ഓരോ എല്ലാ ഫേസും സെയിം ആണ്. എല്ലാ ഫേസും സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന ഒരു പ്രിസമാണ് ഏത് ക്യൂബ് എന്ന് പറയുന്നത്. ഒരു ഫേസിന്റെ ഏരിയ 10 സ്ക്വയർ എ സ്ക്വയർ. ഇപ്പൊ 6 ഫേസ് ആകുമ്പോൾ 6a സ്ക്വയർ, 600 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെ വോളിയം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പൊ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, എ ഇൻറ്റു എ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള അതുപോലെ തന്നെ. അപ്പൊ എ ക്യൂബ് ആണ് ക്യൂബിന്റെ വോളിയം കാണാനുള്ള ഫോർമുല. എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 ക്യൂബ് 1000 സെന്റിമീറ്റർ ക്യൂബ്, 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 ഡിവൈഡഡ് ബൈ 1000, 1000 ബൈ 1000, അതായത് 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ. അപ്പൊ ദി കപ്പാസിറ്റി ഓഫ് ദിസ് ക്യൂബ് ഈസ് 1 ലിറ്റർ. ഇതിനകത്ത് ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലം. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.